ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാൽ. ശ്രീ പരാശക്തിയൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 9-ാമത് അധ്യായം വരെയുള്ള ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി 10-ാമത് അധ്യായത്തിൽ മുതലാണ് കേൾക്കേണ്ടത്. സത്യവ്രതൻ്റെ കഥയാണിപ്പോൾ പറയാൻ തുടങ്ങുന്നത്. ഇവിടെയും രാജാവിൻ്റെ ഒരു സംശയമാണ് ഈ സത്യവ്രത കഥ പറയാൻ കാരണം. കോസൗ സത്യവ്രതോ നാമ ബ്രാഹ്മണോ ദ്വിജസത്തമ കസ്മിൻ ദേശേ സമുൽപ്പന്ന കീദൃശശ്ച വദസ്വമേ. സത്യവ്രതൻ എന്ന് പേരുള്ള ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആരാണ്? ഏത് ദേശക്കാരനാണ്? എങ്ങനെയുള്ളയാളാണ്? അദ്ദേഹം എങ്ങനെ ഇത്ര പെട്ടെന്ന് പ്രസിദ്ധനായിട്ട് തീർന്നു? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് വ്യാസമഹർഷി പറയാണ്, ഒരിക്കൽ ഞാൻ തീർത്ഥാടനം ചെയ്ത് സഞ്ചരിക്കെ മുനിജനങ്ങൾ വസിക്കുന്ന പരിപാവനമായ നൈമിഷാരണ്യത്തിൽ ചെന്നു ചേർന്നു. ആ മഹർഷിമാരെയൊക്കെ പ്രണമിച്ചിട്ട് അവിടെയുള്ള ആശ്രമത്തിൽ കഴിഞ്ഞു. അവിടെ ജീവൻ മുക്തരും മഹാവ്രതരുമായ ബ്രഹ്മപുത്രന്മാരുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മണ സദസ്സിൽ കഥാകഥനം നടക്കുകയായിരുന്നു. ആ സദസ്സിൽ വച്ച് ജമദഗ്നി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി ലോമശൻ എന്ന മഹർഷി പറഞ്ഞതാണ് ഈ കഥ. ഈ കഥ പറയാൻ തന്നെ കാരണം ജമദഗ്നി മഹർഷിയുടെ സംശയമാണ്. ആരെ ഭജിച്ചാൽ നിത്യസുഖം അനുഭവിക്കാൻ സാധിക്കും? സൂര്യൻ, അശ്വിനി ദേവന്മാർ, പൂഷാവ്, ഭഗൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, ഇവരിൽ ആരാധിക്കാൻ ഉത്തമനാരാണ്? ആരെ ആരാധിച്ചാലാണ് സകല ആഗ്രഹങ്ങളും സാധിക്കുക? അതിന് ഒരു മറുപടി തരണം എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് സേവനീയതമാശക്തി സർവേഷാം ശുഭമിച്ഛതാം പരാപ്രകൃതിരാദ്യാച സർവകാ സർവദാ ശിവ. ശുഭമാഗ്രഹിക്കുന്ന എല്ലാവരും അവശ്യം സേവിക്കേണ്ടത് ശക്തിയെയാണ്. ആ ശക്തി ആദ്യയായ പരാപ്രകൃതിയും എല്ലായ്പ്പോഴും എങ്ങും നിറഞ്ഞ ശിവയുമാണ്. ആ ശക്തി തന്നെയാണ് സകല ദേവന്മാരുടെയും ബ്രഹ്മാദികളുടെയും ഒക്കെ ജനനി. ദേവാനാം ജനനീസൈവ ബ്രഹ്മാദീനാം മഹാത്മനാം ആദിപ്രകൃതിമൂലം സാ സംസാരപാതപസ്യ വൈ. ആദിപ്രകൃതിയായ അവൾ സംസാരവൃക്ഷത്തിൻ്റെ മൂലമാണ്. എല്ലാറ്റിനും കാരണക്കാരി എവിടെ നിന്നാണ്? ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാദിദേവന്മാരൊക്കെ സ്തുതിക്കുന്നത് ഈ പരാശക്തിയെയാണ്. അതേപോലെ എല്ലാറ്റിനും അമ്മയുമാണ്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾക്ക് കാരണഭൂതയായ ആ പരാശക്തി തന്നെയാണ് എല്ലാറ്റിനും എല്ലാ നിത്യസുഖം അനുഭവിക്കാൻ കാരണക്കാരി. അതുകൊണ്ട് ആ ദേവിയെ തന്നെ ഭജിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനൊരു കഥ പറഞ്ഞു തരാം.
കോസലദേശത്ത് ദേവദത്തൻ എന്ന പേരിൽ പ്രസിദ്ധനായൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം പുത്രനുണ്ടാവാൻ വേണ്ടി യാഗം ചെയ്തു. യജ്ഞത്തിൻ്റെ മുഖ്യനായി സുഹോത്രൻ, അധുര്യായിട്ട് യാജ്ഞവൽക്യൻ, ഹോതാവ് ബൃഹസ്പതി, പ്രസ്ഥോതാവ് പൈലൻ, ഉദ്ഗാതാവ് ഗോഭിലൻ. സാമവേദത്തിൻ്റെ ഉദ്ഗാതാവായിട്ട് കൽപ്പിക്കപ്പെട്ട ഗോഭിലമുനി സപ്തസ്വരങ്ങളിലൂടെ രഥന്തര മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വരിതസ്വരത്തിലും അത് ഗാനം ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ വീണ്ടും വീണ്ടും ശ്വാസം എടുക്കേണ്ടി വന്നതുകൊണ്ട് മന്ത്രോച്ചാരണം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സ്വരപ്പിഴ വന്നു. ദേവദത്തൻ ഉടൻ ക്രുദ്ധനായിട്ട് ഗോഭിലിനോട് പറഞ്ഞു, ഹേ മുനിശ്രേഷ്ഠ, അങ്ങ് മൂർഖനാണ്. ഞാൻ പുത്രനുണ്ടാകാൻ വേണ്ടി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് എൻ്റെ ഈ സകാമയജ്ഞത്തിൽ സ്വരഹീനമായി മന്ത്രം ഉച്ചരിച്ചു. തന്നെ നിന്ദിച്ച ഈ ബ്രാഹ്മണനെ ശപിച്ചു. അടക്കാനാവാത്ത കോപം കൊണ്ട് ഗോഭിലൻ പറഞ്ഞു, അങ്ങയ്ക്ക് ഷഠനും മൂർഖനും മൂകനുമായൊരു പുത്രനുണ്ടാവട്ടെ. ഗോഭിലസ്തു തതോ വാചദേവദത്തം സുകോപിത മൂർഖസ്ഥേ ഭവിതാ പുത്ര ഷഠ ശബ്ദവിവർജിത. എന്ന് പറഞ്ഞങ്ങോട്ട് ശപിച്ചു. എന്നിട്ട് പറയാണ്, സർവപ്രാണി ശരീരേതു ശ്വാസോച്ഛ്വാസു ദുർഗ്രഹ നമേത്ര ദൂഷണം കിഞ്ചിൽ സ്വരഭംഗേ മഹാമതേ. സർവ പ്രാണികളുടെയും ശരീരത്തിൽ ശ്വാസം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിന്മേൽ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് സ്വരഭംഗമുണ്ടായതിൽ ഞാൻ അപരാധിയല്ല. എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. ഈ ശ്വാസോച്ഛ്വാസം സർവപ്രാണികളുടെയും ശരീരത്തിൽ നടക്കണു. ഇതിൽ ആർക്കും അധികാരമില്ല എന്ന് പറയുമ്പോൾ ഈ ഗോഭിലൻ്റെ ശാപത്തെ ഓർത്ത് ബ്രാഹ്മണൻ അതീവ ദുഃഖിതനായി തീർന്നു. അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ശപിച്ചത്? ഒരു ചെറിയൊരു അപരാധത്തിൻ്റെ പേരിൽ അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഇതിനു മുൻപേ തന്നെ പുത്രനില്ലാത്ത ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ വീണ്ടും എനിക്ക് അങ്ങ് കൂടുതൽ കൂടുതൽ ദുഃഖമാണ് തന്നത്. മൂർഖപുത്രാത് അപുത്രത്വം വരം വേദവിദോ വിദു തഥാപി ബ്രാഹ്മണോ മൂർഖ സർവേഷാം നിന്ദ്യയേവഹി. അറിവുള്ളവർ പറയണത് മൂർഖനായ പുത്രൻ ഉണ്ടാകുന്നതിൽ ഭേദം പുത്രനില്ലാതിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല, മൂർഖനായ ബ്രാഹ്മണൻ എല്ലാവർക്കും നിന്ദ്യൻ തന്നെയാണ്. എന്ന് പറഞ്ഞ് വല്ലാതെ ദുഃഖിക്കുന്ന രാജാവിൻ്റെ ആ ദുഃഖം, ബ്രാഹ്മണന്റെ ദുഃഖം കണ്ടിട്ട്, ദേവദത്തൻ ബ്രാഹ്മണശ്രേഷ്ഠനൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ട് ഇവിടെ ഗോഭിലൻ പറഞ്ഞു, അങ്ങേക്ക് പുത്രനുണ്ടാകും. ഉണ്ടാകുമ്പോൾ മൂർഖനായാലും പിന്നീട് ജ്ഞാനിയായിട്ട് തീരും. ദയാവാൻ ഗോഭിലസ്ത്വാഹ ദേവദത്തം സുദുഃഖിതം മൂർഖോ ഭൂത്വാ സുതസ്തേ വൈ വിദ്വാനപി ഭവിഷ്യതി.
ജനിക്കുമ്പോൾ അങ്ങനെ മൂർഖനായിട്ടാണെങ്കിൽ തന്നെയും പിന്നീട് വിദ്വാനായിട്ട് തീരും എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ദേവദത്തൻ സന്തുഷ്ടനായി. കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ പത്നി ഗർഭിണിയായി. ഗർഭകാലം പൂർത്തിയായി. പത്നിയുടെ പേര്, ദേവദത്തൻ്റെ പത്നിയുടെ പേരാണ് രോഹിണി. രോഹിണി പ്രസവിച്ചു. ആ കുട്ടിയുടെ നക്ഷത്രവും രോഹിണി തന്നെയായിരുന്നു എന്നാണ്. അത്യധികം ശുഭമായ രാശിയിലൊക്കെയാണ് ജനനം. ജാതകർമാദികളൊക്കെ ചെയ്തു. ഉദധ്യനെന്ന് നാമകരണം ചെയ്തു. എട്ടാമത്തെ വർഷം ഒരു ശുഭദിനത്തിൽ, ശുഭമുഹൂർത്തത്തിൽ വിധി അനുസരിച്ച് പിതാവ് അവന് യജ്ഞോപവീത സംസ്കാരമൊക്കെ നിർവഹിച്ചു. വേദമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല. ഒന്നും അറിവില്ലാത്തവനെ പോലെ അങ്ങനെ കഴിഞ്ഞതല്ലാതെ നിത്യകർമ്മങ്ങൾ പോലും വേണ്ട വിധത്തിൽ ചെയ്യാൻ അറിയാതെ ആ കുട്ടി ഇങ്ങനെ കഴിയാണ്. 10-12 വയസ്സ് വരെ എത്തി. എന്നിട്ടും നവേദവിധിവൽക്കർത്തും സന്ധ്യാവന്ദനകം വിധിം, വിധി അനുസരിച്ച് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ പോലും ചെയ്യാൻ അറിയില്ലായിരുന്നു. എല്ലാവരും ഈ കുട്ടിയെ, ഉദധ്യനെ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റുള്ളവരൊക്കെ പരിഹസിച്ച് അവസാനം അച്ഛനമ്മമാരും ബന്ധുക്കളും എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇതിൽ ഭേദം എങ്ങനെയുള്ള പുത്രനുണ്ടാകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കണ്ണ് കാണാതെയോ കാത് കേൾക്കാതെയോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇത്ര കുഴപ്പമില്ലായിരുന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു എന്നാണ്. അന്ധോ വരസ്തഥാ പങ്കുർ ന മൂർഖസ്തു വരസ്പൃത ഇത്യുക്തോസോ പിതൃഭ്യാം വൈ വിവശേ കാനനം പ്രതി. അച്ഛനമ്മമാർ പറയാണ്, കാഴ്ചശക്തി ഇല്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, മുടന്തനായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, എന്നാൽ ഇതുപോലെയുള്ള മൂർഖനാണ് തീരെ കൊള്ളരുതാത്തവൻ. ഇത് അച്ഛനമ്മമാർ പറയണ കേട്ടപ്പോൾ ഉദധ്യന് തോന്നി, ഇനി ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരൊക്കെ തന്നെ പരിഹസിക്കണത് തനിക്ക് സഹിക്കാൻ പറ്റി, എന്നാൽ സ്വന്തം അച്ഛനമ്മമാർ പരിഹസിക്കണത് സഹിക്കാൻ പറ്റാതെ ആ ഉദധ്യൻ കാട്ടിലേക്ക് പോയി. ഗംഗാതീരത്തുള്ളൊരു നല്ല സ്ഥലത്ത് ഒരു പർണശാലയൊക്കെ കെട്ടി വനത്തിൽ നിന്നും കിട്ടുന്ന ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി അവിടെ കഴിഞ്ഞു. ഒറ്റ വ്രതമാണ് എടുത്തത്. നിയമം ചവരം കൃത്വാ നാസത്യം പ്രബ്രവീമ്യഹം സ്ഥിത തത്രാശ്രമേ രമ്യേ ബ്രഹ്മചര്യവ്രതോ ഹിസാം. ഞാൻ അസത്യം പറയുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ബ്രാഹ്മണൻ ബ്രഹ്മചര്യനിഷ്ഠനായി അതിമനോഹരമായ ആ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. മറ്റൊന്നും അറിയില്ലെങ്കിലും ഒരൊറ്റ വ്രതമാണ്, ഞാൻ ഒരിക്കലും അസത്യം പറയില്ലെന്ന്. അങ്ങനെ നിഷ്ഠയോടുകൂടി കഴിയണു. ഉദധ്യൻ്റെ ഈ തപസ്, വ്രതം എല്ലായിടത്തും പരന്നു. അങ്ങനെ മറ്റുള്ളവർ ഇദ്ദേഹത്തിന് ഒരു സത്യതപസ് എന്നൊരു പേരും കൊടുത്തു. സത്യം ബ്രൂതേ സ്ഥിതസ്തത്ര ന അനൃതം വദതേ പുന ജനൈ സത്യതപാ നാമ കൃതമസ്യ ദ്വിജസ്യ വൈ. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ആ ആശ്രമത്തിൽ താമസിക്കുന്ന ബ്രാഹ്മണൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറയില്ല എന്ന് പറയും. അങ്ങനെ ചുറ്റുപാടുമുള്ളവരൊക്കെ അദ്ദേഹത്തെ സത്യതപസ് എന്നൊരു പേരും കൊടുത്തു. ആർക്കും
ഒന്നും ഒരു ഉപദ്രവവും ചെയ്യാതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിർഭയനായി സുഖമായിട്ട് ഈ കാട്ടിൽ കഴിയണു. കഥാ മേ മരണം ഭാവി ദുഃഖം ജീവാമി കാനനേ ജീവിതം ധിക്ച മൂർഖസ്യ തരസാ മരണം ധ്രുവം. എനിക്കെപ്പോഴാ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കണത്? മരണം സംഭവിക്കണത് ഈ കാട്ടിൽ എന്ത് കഷ്ടപ്പാടാണ്! എത്ര കഷ്ടമാണ് അജ്ഞാനിയായ മൂർഖനായ ഒരുവൻ്റെ ജീവിതം. എത്രയും പെട്ടെന്ന് മരിക്കുകയാണ് വേണ്ടത്. എനിക്ക് ദൈവം തന്നെയാണ് ഈ വിധി തന്നത്. വേറൊരു കാരണവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശ്രേഷ്ഠമായൊരു ജന്മം കിട്ടിയിട്ട് എനിക്കതിപ്പോൾ പാഴായിപ്പോയി. ആരെപ്പോലെയായി? യഥാ വന്ധ്യാസ്വരൂപാച യഥാവാ നിഷ്ഫലോ ദ്രുമ അദുഗ്ധദോഹാധേനുശ്ച തഥാഖം നിഷ്ഫലകൃത. പ്രസവിക്കാത്ത സുന്ദരിയെപ്പോലെ, വന്ധ്യയായ സ്ത്രീയെപ്പോലെ, കായ്ക്കാത്ത മരം പോലെ, പാലില്ലാത്ത പശുവിനെ പോലെ എന്നെയും ദൈവം നിഷ്ഫലനാക്കിയിരിക്കുകയാണ്. അല്ല, എന്തിന് ദൈവത്തെ നിന്ദിക്കണു? എൻ്റെ കർമ്മഫലം ഇത്തരത്തിലുള്ളതാണ്. നല്ലതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ജന്മത്ത് ആരെയും ഞാൻ ഉത്തമ വിദ്യയൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ആ കർമ്മഫലം കൊണ്ടാണ് ഞാനിപ്പോൾ ഷഠനായ ബ്രാഹ്മണ അധമനായി ജനിച്ചിരിക്കുന്നത്. പൂർവജന്മത്തിൽ ഞാൻ നച തീർത്ഥേ തപസ്തപ്തം സേവിത നച സാധവ നദ്വിജാ പൂജിതാ ദ്രവ്യൈ തേന ജാതോസ്മി ദുഷ്ടധീ. ഏതെങ്കിലും ഒരു തീർത്ഥത്തിൽ ചെന്ന് തപസ് ചെയ്തിട്ടുണ്ടാവില്ല, സജ്ജനങ്ങളെ സേവിച്ചിട്ടുണ്ടാവില്ല, ദ്രവ്യങ്ങൾ ധനം നൽകി ബ്രാഹ്മണരെ പൂജിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണിപ്പോ ദുർബുദ്ധിയായിട്ട് എനിക്ക് പിറക്കേണ്ടി വന്നത്. തപസ് ചെയ്യാൻ എനിക്കറിയില്ല. ഏത് സുഹൃത കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഈ ചിന്തകളൊക്കെ വ്യർത്ഥമാണ്. എൻ്റെ കർമ്മഫലം നല്ലതല്ല. എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കണു. ദൈവമേവ പരം മന്യേ ധിക് പൗരുഷമനർത്ഥകം വൃഥാ ശ്രമകൃതം കാര്യം ദൈവാത് ഭവതി സർവഥാ. ഭാഗ്യമാണ് എല്ലാറ്റിനും മീതെ എന്ന് ഞാൻ വിചാരിക്കണു. ഭാഗ്യവന്തം പ്രസൂയേഥ മാ ശൂരം മാ ച പണ്ഡിതം. പണ്ഡിതനായിട്ട് ജനിച്ചിട്ട് എന്ത് പ്രയോജനം? ശൂരവീര പരാക്രമിയായിട്ട് ജനിച്ചിട്ട് എന്ത് കാര്യം? ഭാഗ്യം ഉണ്ടാവണം. അത് അനുഭവിക്കാനുള്ള അനുഭവയോഗവും ഉണ്ടാവണം. എന്തെല്ലാം ഉണ്ടായാലും അനുഭവയോഗവും ഉണ്ടാവണം. അങ്ങനെ സത്യവ്രതനെന്ന് സത്യം മാത്രം പറയുന്ന ഒരു മുനി ഈ കാട്ടിൽ താമസിക്കേണ്ടെന്ന് പ്രസിദ്ധമായി. ലോകരുടെ ഇടയിൽ അങ്ങനെ ഇതങ്ങോട്ട് പരന്നു. ഇങ്ങനെ ഇരിക്കുകയാണ്.
ഒരു സംഭവം ഉണ്ടായി എന്നാണ്. ഒരു കാട്ടാളൻ ഒരു കാട്ടുപന്നിയെ അമ്പ് ചെയ്തു. ചോരയൊലിപ്പിച്ചുകൊണ്ട് പ്രാണവേദനയോടുകൂടി അത് അതിവേഗത്തിൽ ഓടി വന്നു ഈ സത്യവ്രതൻ്റെ ആശ്രമത്തിലേക്ക്. തൊട്ടു പിന്നാലെ ഈ കാട്ടാളനുണ്ട്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണത്. ആ കരഞ്ഞുകൊണ്ട് ആ ചോരയൊലിപ്പിച്ചു വരവ് കണ്ടപ്പോൾ കണ്ടാൽ തോന്നുന്നു തന്നെ രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെട്ട് അഭയം തേടി വരുന്ന വരവാണെന്ന് തോന്നിപ്പോകും. എന്നാൽ ചോരയൊലിപ്പിച്ച് കൊണ്ടുവരണ ഇതിൽ അറിയാതെ ശരീരം മുറിഞ്ഞ് ചോരയൊലിപ്പിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വന്നുപെട്ട പന്നിയെ കണ്ട മുനിയുടെ മനസ്സിൽ കാരുണ്യം തോന്നി. എന്നാൽ ആ വരവ് കണ്ടിട്ട് അറിയാതെ അദ്ദേഹം സാരസ്വത ബീജം ഐ എന്ന് പറഞ്ഞു. ഇതിനെ കണ്ടിട്ട് അഗ്രേ വ്രജന്തം രുധിരാർദ്രദേഹം ദൃഷ്ട്വാ മുനിസ്സൂകരമാശു വിത്തം ദയാഭിവേശാദതികമ്പമാന സാരസ്വതം ബീജമധോച്ചചാരാം. സാരസ്വത മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ ഐ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ചോര ഒലിപ്പിച്ചുകൊണ്ട് വരണ കണ്ടപ്പോൾ കാരുണ്യം തോന്നിയിട്ടാണ്. തന്നെ രക്ഷിക്കണേ എന്നുള്ള ഭാവത്തിലാണ് ഓടി വരണത്. ഇത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. നേരത്തെ പഠിച്ചിട്ടുള്ളതൊന്നുമല്ല. അജ്ഞാതപൂർവം ച തഥാ ശ്രുതം ച ദൈവാൻമുഖേ വൈ സമുപാഗതം ച ന ജ്ഞാനവാൻ ബീജമസൗ വിമൂഢോ മമജ്ജ ശോകേസ മുനിർ മഹാത്മാ. പണ്ട് പഠിച്ചിട്ടില്ല ഈ സാരസ്വത മന്ത്രത്തിൻ്റെ ബീജാക്ഷരം, കേട്ടിട്ടില്ല. ഭാഗ്യം കൊണ്ട് അത് പറയാൻ തോന്നിയെന്ന് മാത്രം. മൂഢനും ദുഃഖിതനുമായ ബ്രാഹ്മണന് അതൊരു ബീജമന്ത്രമാണെന്ന അറിവ് പോലും ഉണ്ടായിരുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന ആ കാട്ടുപന്നി ആ വള്ളിക്കുടിലിൽ കയറി ഒളിച്ചു. തൊട്ടു പിന്നാലെ വില്ലു അമ്പും കയ്യിൽ എന്തിക്കൊണ്ട് അതിവേഗത്തിൽ ഈ ആശ്രമത്തിലെത്തി കാട്ടാളൻ. ചോദിച്ചു, ഹേ ദ്വിജശ്രേഷ്ഠ, ആ പന്നി എങ്ങോട്ടാണ് പോയത്? ഈ ഭാഗത്തേക്കാണല്ലോ വരണ കണ്ടത്, അങ്ങ് കണ്ടുവോ? ഞങ്ങളെപ്പോലുള്ളവർക്ക് വിധാതാവ് വിധിച്ചിരിക്കുന്ന കർമ്മം ഇതാണ്. കാട്ടിലെ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടി അതിൻ്റെ മാംസം ഭക്ഷിച്ച് ജീവിക്കൽ ഞങ്ങളുടെ ധർമ്മമാണ്. അതാണ് ഞങ്ങളുടെ കർമ്മം. വൃത്തിർ മമൈഷാ വിഹിത വിധാത്ര ന അന്യാസ്തി വിപ്രേന്ദ്ര ഋതം ബ്രവീമി ഭർത്തവ്യമേവേക കുടുംബമഞ്ജസ കേനാപ്യുപായേന ശുഭാശുഭേന. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ഞാൻ സത്യമാണ് പറയണത്. ഏതു മാർഗം സ്വീകരിച്ചായാലും നേരെ ചൊവ്വേ കുടുംബം ഭരിക്കുക തന്നെ വേണം. വേണ്ടതാണോ വേണ്ടാത്തതാണോ ഇത് നോട്ടമില്ലെന്നാണ്. കേനാപ്യുപായേന ശുഭാശുഭേന. അപ്പം ഏത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും തൻ്റെ ഗൃഹത്തെ വേണ്ടതുപോലെ തീറ്റിപ്പോറ്റണം. എൻ്റെ കുടുംബം പട്ടിണിയിലാണ്, ഇതിൻ്റെ മാംസം കൊണ്ട് കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റണം. അങ്ങ് പറയൂ, അങ്ങ് സത്യവ്രതനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കണു. സത്യവ്രതനാണെങ്കിൽ വല്ലാതെ വിഷമിച്ചു.
ഇവിടെ വന്നിട്ടുണ്ട്, ഈ വള്ളിക്കൂടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടാളൻ ഈ പന്നിയെ കൊല്ലും. എന്നാൽ വന്നില്ല എന്ന് പറഞ്ഞാൽ വ്രതഭംഗവും വരും. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. സത്യം ന സത്യം ഖലു യത്ര ഹിംസ ദയാന്വിതം ജാ അധൃതമേവ സത്യം ഹിതം നരാണാം ഭവതീഹയേന തദേവ സത്യം ന തഥാന്യഥൈവാം. ഹിംസയുമായി ബന്ധപ്പെടാത്ത സത്യമേ സത്യമാവൂ. ദയയോടുകൂടിയതാണെങ്കിൽ അസത്യവും സത്യമാവും. ദയാന്വിതം ജ അനൃതമേവ സത്യം. എന്തു ചെയ്യുമ്പോഴാണോ, എങ്ങനെയാകുമ്പോഴാണോ മനുഷ്യർക്ക് ഹിതമുണ്ടാകണത് അത് തന്നെയാണ് സത്യം, വേറൊന്നുമല്ല എന്ന് ചിന്തിച്ച് അറിയാതെയാണെങ്കിലും, ബീജാക്ഷരമാണെന്നൊന്നും അറിയാതെയാണെങ്കിലും ദേവിയുടെ ആ സാരസ്വത മന്ത്രത്തിൻ്റെ ബീജാക്ഷരം ജപിച്ചതുകൊണ്ട് സകല വിദ്യകളും അദ്ദേഹത്തിന് തെളിഞ്ഞു. ഇവിടെ പറയാണ്, വാൽമീകേശ്ച യഥാപൂർവം തഥാ സ ഹ്യഭവൽ കവി. വാൽമീകിക്ക് എങ്ങനെയാണോ ആ ജ്ഞാനം ഉദിച്ചത് അതുപോലെ ഈ സത്യവ്രതനും ജ്ഞാനിയായിട്ട് തീർന്നു. തൻ്റെ മുന്നിൽ വെല്ലും അമ്പും ധരിച്ച് നിൽക്കുന്ന ആ കാട്ടാളനോട് ദയാപരനായ ബ്രാഹ്മണൻ ശ്ലോകരൂപത്തിൽ പറഞ്ഞു, യാ പശ്യതി ന സാ ബ്രൂതേ, യാ ബ്രൂതേ സാ ന പശ്യതി, അഹോ വ്യാധ സ്വകാര്യാർത്ഥിൻ കിം പൃച്ഛസി പുനഃ പുനഃ. ആ കാട്ടാളനോട് പറയാണ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, സത്യവ്രതൻ പറയാണ്, ഹേ കാട്ടാള, അങ്ങ് പലതവണയായി കണ്ടോ 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 എന്ന് ചോദിക്കണു. കാണുന്നത് കണ്ണാണല്ലേ, കണ്ണിന് പറയാൻ കഴിയുമോ? പറയുന്നത് നാവാണ്, ആ നാവിന് കാണാനും കഴിയില്ല. ആ പന്നി എവിടെ പോയെന്ന് കണ്ടത് കണ്ണാണ്, ആ കണ്ണിന് ആ കാര്യം പറയാൻ കഴിയില്ല. പന്നി എവിടെയാണെന്ന് പറയേണ്ടത് നാവാണ്, ആ നാവ് പന്നിയെ കണ്ടതുമില്ല. അപ്പൊ നാവ് കാണാതെ പറയുന്നതാ എങ്ങനെ പറയും? ഇനി നാവ് കാണാതെ പറഞ്ഞാൽ അത് അസത്യമാണ്. ഞാൻ സത്യവ്രതനാണ്. പിന്നെ എന്തിനാ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ? പറയാൻ സാധിക്കുന്ന നാവിന് കാണാനുള്ള കഴിവില്ല. കാണാൻ കഴിവുള്ള കണ്ണിന് പറയാനുള്ള കഴിവുമില്ല. വല്ലവരും കണ്ടത് പറഞ്ഞുകൊണ്ട് നടക്കാൻ കൊള്ളാമോ? അപ്പൊ എവിടെയെങ്കിലും കണ്ടതും കേട്ടതും ഒന്നും വിളിച്ചു കൂവിക്കൊണ്ട് നടക്കരുത്. ഇതവിടെ കാണിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് നാവ് കാണാതെ പറഞ്ഞാൽ അത് അസത്യമാവില്ലേ? ഞാൻ സത്യവ്രതനാണ്, പിന്നെ എന്തിനാ അങ്ങിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണത്? ആത്മാവിനെ ദർശിച്ചവർക്കൊന്നും പറയാൻ ആവില്ല, അത് അവാച്യമാണ്. ആത്മാവിനെ പറ്റി പറയുന്നവൻ ദർശിച്ചിട്ടുമില്ല. ഹേ വ്യാധ, ഹേ കാട്ടാള, നീ സ്വന്തം കാര്യം നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആത്മാവിനെ സ്വയം ദർശിക്കൂ. അപ്പോൾ നിന്റെ സംസാരവും തീരും. ഉദധ്യൻ ജ്ഞാനിയായിട്ട് തീർന്നു. പിന്നീട് അദ്ദേഹം സാരസ്വതം തതോ ബീജം ജജാപ വിധിപൂർവകം പണ്ഡിതസ്സാദിവിഖ്യാതോ ദ്വിജോസൗ ധരണീതലേ.
അതിനുശേഷമാണ് സാരസ്വത മന്ത്രത്തിൻ്റെ ബീജമന്ത്രമായ ഐ വിധിയനുസരിച്ച് ജപിച്ചു. ഭൂമിയിലെങ്ങും പണ്ഡിതനാണെന്ന് പ്രസിദ്ധനായിട്ട് തീർന്നു ഈ സത്യവ്രതൻ. ബ്രാഹ്മണർ അദ്ദേഹത്തിൻ്റെ സത്യവ്രതൻ്റെ യശസ് വാവുതോറും ഇന്നും പാടുന്നുണ്ട്. അറിയാതെയാണെങ്കിലും അവിടത്തെ കീർത്തിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു. അറിഞ്ഞാകട്ടെ അറിയാതെയാകട്ടെ അജ്ഞാനാൽ അഥവാ അജ്ഞാനാൽ, അറിഞ്ഞോ അറിയാതെയോ അവിടുത്തെ തിരുനാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സർവ്വപാപങ്ങളും ശമിച്ച് അവൻ ശ്രേഷ്ഠനായിട്ട് തീരും, ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ട് തീരും എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സത്യവ്രതൻ ജ്ഞാനിയായിട്ട് തീർന്നു എന്നറിഞ്ഞതോടുകൂടി, പ്രസിദ്ധനായി തീർന്നു എന്നറിഞ്ഞതോടുകൂടി തന്നെ ഉപേക്ഷിച്ച അച്ഛനമ്മമാര് അവിടെ പർണശാലയിലെത്തി ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സത്യവ്രതനെ. അതുകൊണ്ട് മഹാത്മാക്കളെ, ആദിപരാശക്തിയെ, ആ ദേവിയെ ഭക്തിയോടെ സദാ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ പ്രപഞ്ചത്തിന് കാരണഭൂതയാണ് ആ ആദിപരാശക്തി. എന്ന് പറഞ്ഞു കൊടുത്തു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര പ്രയത്നിച്ചിട്ടാണെങ്കിലും ആ ദേവിയെ വിധിപൂർവം ആരാധിക്കേണ്ടതാണ് എന്ന് അവിടെ ആ സദസ്സിൽ വച്ച് അവിടെ പറഞ്ഞ കഥ, ആ മഹർഷിമാരുടെ സദസ്സിൽ വച്ച് പറഞ്ഞ കഥ ഇവിടെ വ്യാസമഹർഷി ജനമേജയന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അടുത്തൊരു സംശയം, യജ്ഞത്തിൽ അനുഷ്ഠിക്കേണ്ട ഉചിതമായ വിധിയെക്കുറിച്ച് ദയവായി അങ്ങ് പറഞ്ഞു തരണം. രാജാവേ, അങ്ങ് കേട്ടാലും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. സാത്വികം രാജസം ചൈവ താമസം ച തഥാപരം മുനീനാം സാത്വികം പ്രോക്തം നൃപാണാം രാജസം സ്മൃതം താമസം രാക്ഷസാനാം വൈ ജ്ഞാനിനാം തു ഗുണോച്ഛിതം വിമുക്താനാം ജ്ഞാനമയം വിസ്തരാൽ പ്രബ്രവീമി തേ. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധമാണ് യജ്ഞങ്ങൾ. മുനിമാരുടേത് സാത്വികം, രാജാക്കന്മാരുടേത് രാജസം, രാക്ഷസന്മാരുടേത് താമസം, ജ്ഞാനികളുടേത് ഗുണരഹിതം, വിമുക്തന്മാരുടേത് ജ്ഞാനമയം. ദേശം, കാലം, ദ്രവ്യം, മന്ത്രം, ബ്രാഹ്മണര്, സാത്വിക ശ്രദ്ധ, ഇതൊത്തു ചേർന്നാൽ സാത്വിക യജ്ഞമാകും. കാശി തുടങ്ങിയ ദേശങ്ങളിൽ വസിച്ച് ഉത്തരായണം തുടങ്ങിയ സമയങ്ങളിൽ നടത്തിയാൽ അത് സാത്വികമായിരിക്കും. അതേപോലെ ന്യായാർജിതമായ ദ്രവ്യം കൊണ്ട് നടത്തണത്, വൈദിക മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യണത്, വേദജ്ഞന്മാരായ ബ്രാഹ്മണരെ സംബന്ധിക്കുന്നതും ആസ്തിക്യ ബുദ്ധിയോടെ ചെയ്യുന്നതും സാത്വിക യജ്ഞമായിരിക്കും. ഏത് യജ്ഞത്തിലാണെങ്കിലും രാജാവേ, ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയും
ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണഫലം ലഭിക്കും. സംശയിക്കേണ്ട. മനഃശുദ്ധി പ്രധാനം. അന്യായമായി ആർജിച്ച ദ്രവ്യം കൊണ്ട് ഏത് പുണ്യകർമ്മം ചെയ്താലും അത് ഈ ലോകത്തിലെ കീർത്തിക്ക് ഉതകുന്നതല്ല. പരലോകത്തും ഫലം ലഭിക്കാൻ പോണില്ല. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ന്യായമായ മാർഗത്തിലൂടെ ആർജിച്ച ധനം കൊണ്ട് വേണം പുണ്യകർമ്മം ചെയ്യാൻ. അങ്ങേക്ക് അറിവുള്ളതാണല്ലോ പാണ്ഡവന്മാർ ചെയ്ത രാജസൂയയാഗത്തെക്കുറിച്ച്. യാഗം സമാപിച്ചപ്പോൾ നല്ല ദക്ഷിണയൊക്കെ അത് ചെയ്തവർക്കൊക്കെ കൊടുത്തു. ദാനധർമാദികൾ വേണ്ടതുപോലെയായി. എല്ലാം ഗംഭീരമായി. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവിടെ ആ യജ്ഞത്തിൽ രാജസൂയയാഗത്തിൽ ഉണ്ടായിരുന്നു, സന്നിഹിതനായിരുന്നു. ഭരദ്വാജൻ മുതലായിട്ടുള്ള ബ്രാഹ്മണരും അവിടെ ഉണ്ടായിരുന്നു. നിശ്ചയിച്ച സമയത്ത് തന്നെ യജ്ഞം പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ മഹാകഷ്ടത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്തു. പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു. പീഡനം ചൈവ പാഞ്ചാല്യാസ്തഥാദ്യൂതേ പരാജയ വനവാസോ മഹൽ കഷ്ടം ക്വഗതം മഖജം ഫലം. സദസ്സിൽ വച്ച് പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ചൂതുകളിയിൽ പരാജയം സംഭവിച്ചു. പാണ്ഡവന്മാർക്ക് വനവാസത്തിന് പോകേണ്ടി വന്നു. ആ മഹായാഗത്തിന്റെ ഫലം എവിടെ പോയി? മഹാത്മാക്കളായ പാണ്ഡവന്മാരെല്ലാം വിരാടിന് ദാസ്യപ്പണി ചെയ്യേണ്ടി വന്നു, ദാസന്മാരായി നിൽക്കേണ്ടി വന്നു. ആ ദ്രൗപദി കീചകനാൽ ക്ലേശിപ്പിക്കപ്പെട്ടു. ശുദ്ധഹൃദയന്മാരായ ആ മഹാബ്രാഹ്മണരുടെ ആശീർവാദങ്ങളെല്ലാം എവിടെ പോയി? ദ്രുപദപുത്രിയെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ആ ദ്രൗപദിയുടെ തലമുടി കുത്തിന് പിടിച്ച് വലിച്ചിഴക്കപ്പെട്ടു. ധർമ്മനന്ദനായ യുധിഷ്ഠിരനും ദേവേശനായ കേശവനുമുള്ളപ്പോൾ ധർമ്മത്തിന് എന്തുകൊണ്ട് വീഴ്ച വന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഇനി ഭവിതവ്യം ഭവത്യവ എന്ന വിശ്വാസം ഹൃദയത്തിൽ വേരുറച്ചാൽ സകല പ്രമാണങ്ങളും ഒക്കെ വ്യർത്ഥമായിട്ട് തീരും. സംഭവിച്ചേക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്നാണെങ്കിൽ പിന്നെ ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല. അതായത് ഉപായത്തിനോ ഉപകരണത്തിനോ പ്രസക്തിയില്ല എന്നർത്ഥം. പിന്നെയും വേറെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ദേവേന്ദ്രൻ വിശ്വരൂപനെ ഗുരുവായി സ്വീകരിച്ചു, യജ്ഞാചാര്യനായിട്ട് വരിച്ചു. ത്വഷ്ടാവിൻ്റെ പുത്രനാണ്, ദ്വാദശ ആദിത്യന്മാരിലൊരാളാണ് ത്വഷ്ടാവ്. അദ്ദേഹത്തിന് ഒരു അസുര സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപന് മാതാവിൻ്റെ ആൾക്കാരോട് എന്ന് പറഞ്ഞാൽ അസുരന്മാരോട് താല്പര്യം ഉണ്ടായിരുന്നു. ദേവന്മാർക്ക് അഹിതമായ കർമ്മം ചെയ്തു.
അതായത് ദേവന്മാരറിയാതെ യജ്ഞാംശം അസുരന്മാർക്കും കൊടുത്തു എന്നർത്ഥം. അപ്പൊ ദേവന്മാർക്കും അസുരന്മാർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ടാണ് ക്രുദ്ധനായ ദേവേന്ദ്രൻ ഈ വിശ്വരൂപന്റെ ശിരസറുത്തു, നിഗ്രഹിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് വിളിച്ചുകൊണ്ട് ദേവന്മാരുടെ രക്ഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വേറൊരു കഥയുണ്ട്. ഇയാള് അമ്മയുടെ ആൾക്കാരോട് താല്പര്യമുള്ളയാളാണ്. യാഗസന്ദർഭത്തിൽ അസുരന്മാർക്കും യാഗഭാഗം കൊടുക്കുന്നൊക്കെ അറിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെ സമ്മതിച്ചിട്ടാണ് വിശ്വരൂപനെ ഗുരുവായി സ്വീകരിച്ചതെന്നൊക്കെ ആണെങ്കിലും ഇവിടെ മന്ത്രോപദേശമൊക്കെ കിട്ടി, നാരായണ കവച മന്ത്രമൊക്കെ ജപിച്ച് അവര് സിദ്ധി വന്നു. അസുരന്മാരെ പരാജയപ്പെടുത്തി സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് യാഗം ചെയ്യുമ്പോൾ ദേവന്മാർക്ക് എന്നതുപോലെ അസുരന്മാർക്കും യാഗഭാഗം നീക്കി വെക്കണത് കണ്ടിട്ട് ക്രുദ്ധനായി തീർന്ന ദേവേന്ദ്രൻ വിശ്വരൂപനെ നിഗ്രഹിച്ചു. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കണത്? അപ്പൊ ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിട്ടും അവർക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ തോന്നിയല്ലോ. പറയാണ് ഇതിനൊക്കെ കാരണം എന്താണ്? എല്ലാറ്റിനും കാരണം എന്താണ് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. കർമ്മഗതിയെ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ പാണ്ഡവന്മാർക്ക് സംഭവിച്ചതും കുറിച്ച് ഒന്നുകൂടി ചോദിച്ചു. എന്തുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ യാഗം ചെയ്തിട്ടും അവർക്ക് ഈ ദുഃഖം അതിനുശേഷം അനുഭവിക്കേണ്ടി വന്നു? ഒന്നുകിൽ ദ്രവ്യശുദ്ധിയില്ലായ്മ കൊണ്ട് ഗുണവൈകല്യം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ചെയ്തതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഓരോന്നിനും ഓരോരോ കാരണങ്ങൾ പറയാണ്. ഇപ്പം ദ്രവ്യശുദ്ധി വേണം, വേണ്ടതുപോലെ ക്രിയാശുദ്ധി വേണം, മന്ത്രശുദ്ധി വേണം, മനഃശുദ്ധി വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അഹങ്കാരത്തോടു കൂടി ചെയ്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ദ്രവ്യശുദ്ധി വേണ്ടതുപോലെ ഇല്ലാഞ്ഞിട്ടാകാം ഈ പാണ്ഡവന്മാർക്ക് ഈ ദുരവസ്ഥ വന്നത് എന്നൊക്കെ ചിന്തിച്ചു. വിശ്വരൂപൻ വധിക്കപ്പെട്ടത് കർത്തൃഭേദം കൊണ്ട് ആണെന്ന് മനസ്സിലാക്കാം എന്നൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളിലും മുനീനാം മോക്ഷകാമാനാം വിരക്താനാം മഹാത്മനാം മാനസസ്തു സ്മൃതോ യാഗ സർവസാധന സംയുതാം. മോക്ഷാഗ്രഹിക്കുന്നവരും വിരക്തന്മാരും മഹാത്മാക്കളുമായ മുനിമാര് സർവസാധനകളോടുകൂടി മാനസയാഗമാണ് ചെയ്യുന്നത്. കാരണം മറ്റെല്ലാ യജ്ഞങ്ങളിലും ധനത്തിലോ ശ്രദ്ധയിലോ ക്രിയയിലോ ബ്രാഹ്മണരാലോ അല്പമെങ്കിലും ന്യൂനത വന്ന് കൂടായികയില്ല. ധനത്തിൽ മനസ്സ് വയ്ക്കുമ്പോൾ ന്യൂനത വരും, ശ്രദ്ധ കുറയുമ്പോൾ അതിൻ്റെ ന്യൂനത വരും, ദ്രവ്യശുദ്ധി കുറയുമ്പോൾ അതിൻ്റെ ന്യൂനത വരും. അപ്പം ഇതെല്ലാം വിധത്തിൽ അപ്പം മറ്റുള്ള യജ്ഞങ്ങളിലൊക്കെ സാത്വികമായാലും രാജസമായിരുന്നാലും താമസമായിരുന്നാലും ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനതകൾ കുറച്ചെങ്കിലും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ ഒപ്പം തന്നെ ദേശം, കാലം, ധനം, സാധനകൾ തുടങ്ങിയ എല്ലാ ഇതുകൊണ്ടൊക്കെയും ന്യൂനതകൾ സംഭവിക്കാം. എന്നാൽ മാനസയജ്ഞം
എത്രമാത്രം പൂർണ്ണമാണോ അതേപോലെ മറ്റൊന്നും പൂർണ്ണമല്ല. അതായത് ഏറ്റവും ആദ്യം മനസ്സ് ശുദ്ധമാകണം. പ്രഥമം തു മനഃശോദ്ധ്യം കർത്തവ്യം ഗുണവർജിതം ശുദ്ധേ മനസി ദേഹോ വൈ ശുദ്ധ ഏവ ന സംശയ. ഏറ്റവും ആദ്യമാണ്. അപ്പൊ ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മന്ത്രശുദ്ധിയൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവയിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനതകൾ കടന്നു വരാം. എന്നാൽ ഏറ്റവും ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ്. മാനസയജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠം. മനസ്സ് സർവഥ ഗുണരഹിതമാവണം. മനസ്സ് ശുദ്ധമായാൽ ശരീരവും ശുദ്ധാവും. ആരുടെ മനസ്സാണോ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിച്ച് ശാന്തമാക്കുന്നത് അവനാണ് മാനസയജ്ഞം ചെയ്യാൻ അധികാരി. ഇന്ദ്രിയാർത്ഥ പരിത്യക്തം യഥാ ജാതം മനഃശുചി തദാ തസ്യ മഖസ്യാസൗ പ്രഭവേദധികാരവാൻ. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിച്ച് ശാന്തമാകുന്നവനാണ് യജ്ഞം ചെയ്യാൻ അധികാരി. മനസ്സ് പല വിഷയങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കും? എല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിക്കണം എന്നാണ്. മാനസയജ്ഞത്തിന് യോഗ്യനായി തീർന്നാൽ, മനഃശുദ്ധി വേണ്ടതുപോലെ കൈവരിച്ചാൽ, വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ ആദ്യമായി അനേക വിധത്തിലുള്ള സ്തവങ്ങളോടുകൂടി യജ്ഞത്തിന് വിധിച്ചിട്ടുള്ള മരങ്ങൾ കൊണ്ടുള്ള നെടും തൂണുകൾ നാട്ടണം. സങ്കല്പത്തിലാണ്, പുറമേ അല്ല. സങ്കല്പിക്കണം, നാട്ടി. ബഹുയോജന വിസ്താരമുള്ള മണ്ഡപം മനസ്സിൽ നിർമ്മിക്കണം. മണ്ഡപത്തിൽ വിശാലമായ ഒരു യജ്ഞവേദി മനസ്സുകൊണ്ട് സങ്കല്പിക്കണം. അതേപോലെ തന്നെ മനസ്സുകൊണ്ട് വിധിപ്രകാരം യജ്ഞ അഗ്നിയെയും സ്ഥാപിക്കണം. ബ്രഹ്മാവ്, അധ്വര്യു, ഹോതാവ്, പ്രസ്തോതാവ് എന്നീ രൂപത്തിൽ യജ്ഞകർത്താക്കളായിട്ട് ബ്രാഹ്മണരെ വിധിപൂർവം വരിക്കണം. സങ്കല്പത്തിലൂടെ വരിക്കണം. അതേപോലെ ഉദ്ഗാതാവ്, പ്രതിഹർത്താവ്, മറ്റ് സഭ്യരായിട്ടുള്ളവര് യഥാവിധി മനസ്സാ വരിക്കണം. എല്ലാ സജ്ജനങ്ങളെയും സാധിക്കുന്ന വിധത്തിൽ മാനസ പൂജ ചെയ്യണം. മനസ്സുകൊണ്ട് പൂജിക്കണം. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഈ 5 അഗ്നികളെയും വേദിയിൽ വിധി അനുസരിച്ച് സ്ഥാപിക്കണം. പ്രാണനെ ഗാർഹപത്യാഗ്നിയായിട്ടും, അപാനനെ ആഘവനീയാഗ്നിയായിട്ടും, വ്യാനനെ ദക്ഷിണാഗ്നിയായിട്ടും, സമാനനെ ആവസധ്യാഗ്നിയായിട്ടും, ഉദാനനെ സഭ്യനായിട്ടും കൽപ്പിക്കണം. ഈ അഗ്നികളെല്ലാം അതീവ തേജസ്വികളാണ്. ദ്രവ്യത്തെയും ഭാവന ചെയ്യണം മനസ്സുകൊണ്ട്. മനസ്സാണ് പരമപവിത്രവും നിർഗുണവുമായ മനസ്സാണ് ആ സമയത്ത് ഹോതാവ്. ആ മനസ്സ് തന്നെയാണ് യജമാനനും. ആ യജ്ഞത്തിൻ്റെ പ്രധാന ദേവത നിർഗുണവും അവിനാശിയുമായ സാക്ഷാൽ ബ്രഹ്മമാണ്. ഫലദാ നിർഗുണാശക്തി സദാ നിർവേദദാ ശിവ ബ്രഹ്മവിദ്യാഖിലാധാര വ്യാപ്യ സർവത്ര സംസ്ഥിത.
സദാ ആനന്ദം പ്രദാനം ചെയ്യുന്ന കല്യാണരൂപിണിയായ ജഗദംബിക ശക്തിസ്വരൂപിണിയായി ഫലത്തെ ദാനം ചെയ്യണു. നിർഗുണയാണ് ആ ദേവി, ആ ജഗദംബിക. അവിടുന്ന് തന്നെയാണ് ബ്രഹ്മവിദ്യ. സർവ ജഗത്തും ആ ജഗദംബികയിലാണ് അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും അവൾ തന്നെയാണ്. മാനസികമായ ഈ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണര് ഭഗവതിയായ ജഗദംബികയെ ഉദ്ദേശിച്ച് ആ ദ്രവ്യങ്ങളെ പ്രാണരൂപിയായ അഗ്നികളിൽ ഹോമിക്കണം. പിന്നെ മനസ്സിനെ നിർവിഷയമാക്കിയതിന് ശേഷം പ്രാണങ്ങളെയും സുഷുമ്നാമാർഗത്തിലൂടെ നിത്യബ്രഹ്മത്തിൽ ഹോമിക്കണം. വിഷയരഹിതമായ മനസ്സിനെയും പ്രാണങ്ങളെയും നിത്യബ്രഹ്മത്തിൽ ലയിപ്പിക്കണമെന്നർത്ഥം. സ്വാനുഭൂതിയാൽ സ്വയം സാക്ഷാത്കരിച്ച മഹേശ്വരിയെ ശാന്തചിത്തനായി സമാധിയോഗത്താൽ മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ ആ ആത്മാവിനെ സർവഭൂതസ്ഥനായും സർവഭൂതങ്ങളെയും ആത്മാവിൽ കാണണം. ആത്മാവിനെ സർവജീവജാലങ്ങളിലും സർവജീവജാലങ്ങളെയും തന്നിലും എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് തന്നെ മംഗളസ്വരൂപിണിയായ ഭഗവതിയെയും കാണുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദംബികയെ ദർശിക്കുന്നതോടുകൂടി അയാൾ ബ്രഹ്മജ്ഞനായിട്ട് തീരുന്നു. അവനെ സംബന്ധിച്ച മായാദി കാര്യങ്ങളെല്ലാം നശിക്കുന്നു. പിന്നെ മായ നശിച്ചാലും പ്രാരബ്ധം അനുഭവിക്കുന്നതിനു വേണ്ടി ആ ശരീരം മാത്രം നിലനിൽക്കണു. അങ്ങനെ ജീവൻ മുക്താവസ്ഥയിൽ കഴിയണു അവൻ. അങ്ങനെ ജീവൻ മുക്തനായ മനുഷ്യൻ മരിച്ചതിന് ശേഷം പരമപുരുഷാർത്ഥമായ മോക്ഷം പ്രാപിക്കണു. ജീവൻ മുക്തസ്തദാ ജാതോ മൃതോ മോക്ഷമവാപ്നുയാത് കൃതകൃത്യോ ഭവേൽ താദാ യോ ഭജേൽ ജഗദംബികാം. മായ നശിച്ചാലും പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുന്നതിനു വേണ്ടി ശരീരം മാത്രം നിലനിൽക്കും. ജീവൻ മുക്തനായ മനുഷ്യൻ മരിച്ചതിന് ശേഷം പരമപുരുഷാർത്ഥമായ ആ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ആ ജഗദംബിയെ ഉപാസിക്കുന്നവൻ കൃതകൃത്യനായി തീരും. അവന് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടോ നേടേണ്ടതായിട്ടോ ഇല്ല. അതുകൊണ്ട് ശരിയായി പരിശ്രമിച്ച് ഗുരുപദേശം അനുസരിച്ച് സർവലോകങ്ങൾക്കും സർവലോകത്തിൻ്റെയും അധിഷ്ഠാനഭൂതയായ ഭുവനേശ്വരിയെ ധ്യാനിക്കുകയും അവിടുത്തെ ഗുണകഥകൾ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന യജ്ഞം മോക്ഷപ്രദമാണെന്നതിന് സംശയമില്ല. രാജൻ ഏവം കൃതോ യജ്ഞോ മോക്ഷദോ നാത്ര സംശയ അന്യയജ്ഞാ സകാമാസ്തു പ്രഭവന്തി ക്ഷയോന്മുഖാം. അതുകൊണ്ട് മോക്ഷപ്രദമാണ് ഈ മാനസിക യജ്ഞം എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ആഗ്രഹങ്ങളെ കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളുണ്ടോ? ഉണ്ടല്ലോ. അത് ഫലേച്ഛയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് നാശോന്മുഖങ്ങളാണ്.
അതായത് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന യജ്ഞങ്ങൾക്ക് നിത്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല എന്നർത്ഥം. സ്വർഗസുഖം അനുഭവിക്കാൻ വേണ്ടി വിധിയനുസരിച്ച് അഗ്നിഷ്ഠോമയജ്ഞം ചെയ്യണമെന്ന് വേദം അനുശാസിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗസുഖം അനുഭവിച്ചാലും പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ജനന മരണ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. എത്ര പുണ്യം ആർജിച്ചാലും അതൊരിക്കൽ അവസാനിക്കും. അപ്പം ആഗ്രഹങ്ങളെ കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളുടെ ഫലം തീരുമ്പോൾ വീണ്ടും ഈ വന്ന് ജനിക്കേണ്ടതായിട്ട് വരും. ഈ ജനന മരണ ചക്രത്തിൽ കിടന്ന് ഉടലേണ്ടതായിട്ട് വരും എന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നിഷ്കാമനായി നിന്നുകൊണ്ട് മനഃശുദ്ധി വേണ്ടതുപോലെ കൈവരിച്ച് വിഷയചിന്തകളെല്ലാം പുറത്താക്കിയിട്ട് മാനസയജ്ഞം ചെയ്യൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു കൊടുത്തു. അത് മുക്തിക്ക് കാരണമായിട്ട് തീരുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവിധത്തിലും ശ്രേഷ്ഠമാണ് ഈ മാനസയജ്ഞം. അതുകൊണ്ട് മനഃശുദ്ധി വളരെ പ്രധാനമാണ്. ഇപ്പം ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മന്ത്രശുദ്ധി ഇത് മറ്റ് യജ്ഞങ്ങളിൽ പൂർണ്ണമായിട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകും. എന്നാൽ മനസ്സിനെ ശുദ്ധമായി എല്ലാം വേണ്ടതുപോലെ സങ്കല്പിച്ച് ചെയ്യുന്ന ആ മാനസിക യജ്ഞം ചെയ്യാൻ മനസ്സിനെ വിഷയരഹിതമാക്കണം. അങ്ങനെ ആ മുക്തിപഥത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാറ്റിനും കാരണഭൂതയാണ് ദേവി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും അമ്മയാണ് അവിടുന്ന്. സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ ഭുവനേശ്വരി തന്നെയാണ്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണീ രുദ്രരൂപ തിരോധാനകരീ ഈശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. ബ്രഹ്മാവിൻ്റെ സ്വരൂപത്തിലിരുന്നു കൊണ്ട് സൃഷ്ടിക്കുന്നതും ഗോവിന്ദൻ്റെ സ്വരൂപത്തിലിരുന്നു കൊണ്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും രുദ്രന്റെ സ്വരൂപത്തിലിരുന്നു കൊണ്ട് യഥാകാലം സംഹരിക്കുന്നതും ആ ഭഗവതി തന്നെയാണ്. ഊർധ്വഗതിയെ നൽകുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അനുഗ്രഹം ചൊരിയുന്നതും അവിടെ നിന്ന് തന്നെയാണ്. എല്ലാം അവിടെ നിന്നാണ്. അവിടെ നിന്നല്ലാതെ മറ്റൊന്ന് ഇവിടെയില്ല. അതുകൊണ്ട് ബ്രഹ്മാവിനും മറ്റു ദേവന്മാർക്കും എല്ലാവർക്കും സ്തുത്യർഹയാണ് ആ ശിവ എന്നിവിടെ കാണിച്ചു കൊടുത്തു. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും സ്തുതിക്കുന്നത് ആ അമ്മയാണ്. അവിടെ നിന്നാണ് എല്ലാറ്റിനും കാരണഭൂതയായിട്ടുള്ളത്. അവിടത്തെ വേണ്ട വിധം ആശ്രയിച്ചാൽ അങ്ങേക്ക് എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും എന്ന് കാണിച്ചു കൊടുത്തു. വീണ്ടും ആ ദേവിയെ അറിഞ്ഞോ അറിയാതെയോ, സത്യവ്രതൻ അറിയാതെയാണെങ്കിലും സാരസ്വത മന്ത്രത്തിൻ്റെ ബീജാക്ഷരം ജപിച്ചതുകൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹീതനായിട്ട് തീർന്നു. മൂർഖോ ഭവതി പണ്ഡിത, അജ്ഞാനി ജ്ഞാനിയായിട്ട് തീരും. നിർധനോ ധനവത്തമ, നിർധനൻ ധനവാനായിട്ട് തീരും. ഹ്രസ്വായുസ് ദീർഘായുസായിട്ട് മാറും. തലയിലെഴുത്ത് തന്നെ മാറ്റിയെഴുതാൻ ആ ദേവി വിചാരിച്ചാൽ സാധിക്കുന്നതാണ്. അവിടുത്തെ ആശ്രയിച്ചാൽ ശിരോലിഖിതത്തെ വരെ മാറ്റിയെഴുതും, എഴുതിപ്പിക്കും. അത് മാറ്റി ചുരണ്ടിക്കളയുന്നതാണ്.
യമധർമ്മൻ തൻ്റെ നഖാഗ്രം കൊണ്ട് ശിരോലിഖിതത്തെ ചുരണ്ടി മാറ്റിക്കളയുന്നതാണ് ദേവീ ഭക്തന്മാരുടെ ശിരോലിഖിതത്തെ. അപ്പം അതുകൊണ്ട് ഭജിച്ചോളൂ എന്ന് കാണിച്ചു കൊടുത്തു. അവിടുത്തെ പിതാവ് മുക്താവസ്ഥയിലെത്താൻ ആ ദേവിയുടെ കഥാശ്രവണം, ശ്രവണകീർത്തന മനനാദികൾ കൊണ്ടും ശ്രേഷ്ഠമായ കർമ്മങ്ങളെ കൊണ്ടും അവിടുത്തെ പിതാവിനെ മുക്തിപദത്തിൽ എത്തിക്കാൻ സാധിക്കും. അങ്ങ് ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഇനിയും ആ ദേവിയുടെ കഥകളെ കേൾക്കണം. അറിഞ്ഞോ അറിയാതെയോ അവിടുത്തെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടും. ഇനിയും ഇങ്ങനെയുള്ള കഥകൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഇനി അടുത്തൊരു കഥ. അറിയാതെ ജപിച്ചതാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചത്, അറിയാതെ ഉച്ചരിച്ചു പോയതാണെങ്കിലും അതിൻ്റെ ഫലം കിട്ടിയ കഥയാണ് പിന്നെയും പറയാൻ തുടങ്ങുന്നത്. അത്യധികം സന്തുഷ്ടനായിട്ട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ.